നമസ്കാരം. എൻ്റെ ഇന്നത്തെ നടത്തം ഇവിടെ ആരംഭിക്കുന്നു. കട്ട്. ഇന്ന് പങ്കുവയ്ക്കുവാൻ കുറിപ്പുകളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ചിന്തനം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ നടക്കുന്നത് മെയിൻ റോഡല്ല, ഒരു സബ് റോഡാണ്. അതുകൊണ്ട് വണ്ടികൾ സാധാരണത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് എനിക്ക് നടക്കാൻ ഇച്ചിരി സ്വൈര്യമുണ്ട്. വണ്ടികൾ കുറവാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുണ്ട്. വണ്ടികൾ കുറവാണെന്ന് വെച്ച് ശ്രദ്ധ കുറയ്ക്കരുത് എന്നില്ല. ഈ റോഡിൽ കൂടെ നടക്കുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ നടക്കണം. ഞാൻ ഈ ഫോണും പിടിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും വണ്ടികൾ വന്ന് എന്നെ ഇടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് തന്നെ നടക്കണം. ശ്രദ്ധ എപ്പോഴും വേണം, എപ്പോഴും എന്തിലും വേണം ശ്രദ്ധ. സ്കൂളിൽ ചെന്നിട്ട് ഞാൻ പഠിച്ച ഏറ്റവും പുതുമയേറിയ വസ്തു എനിക്ക് തോന്നുന്നത് ആറ്റമാണ്. ഈ ആറ്റം എന്നുള്ള വാക്ക് സ്കൂളിൽ പോയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സ്കൂളിൽ പോയതുകൊണ്ട് ആറ്റം പഠിച്ചു. ഈ ആറ്റമാണ് പിന്നെ കോളേജ് വരെ ഇപ്പോഴും ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റം വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ആറ്റമാണ്. ഇനി അടുത്ത കാര്യം ഓർക്കുമ്പോൾ പറയാം. ആറ്റമിനെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അണു എന്നാണ് വിളിക്കുന്നത് എന്ന് തോന്നുന്നു. അണു എന്നാകണം. കണക്ക് വിഷയത്തിൽ ഈ എക്സും വൈയും ഇസഡും എടുത്ത് വേരിയബിൾസ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു ആശയം, അതാണ് എനിക്ക് കണക്കിൽ ഏറ്റവും പുതുമയേറുന്നതും ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടിയതും ഇഷ്ടപ്പെട്ടതും നല്ലതുമായിട്ട് തോന്നുന്ന ഒരു ആശയം. എക്സ് വൈ ഇസഡ് വേരിയബിൾസ്, അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിക്കുന്നതാണ് ഓൾജബ്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് വളരെ ഓർമ്മിക്കാൻ പറ്റുന്നതും അനുമോദിക്കാൻ പറ്റുന്നതുമായ ഒരു വിഷയം കണക്കിൽ. ഞാൻ ഈ നടക്കുന്ന സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലത്ത് ടാറിങ് നടക്കുന്നുണ്ട്. ടാർ ചെയ്യാനായിട്ട് അവർ ഒരു മെഷീൻ, ഒരു യന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ആ യന്ത്രത്തിൽ അവർ തീ ഉണ്ടാക്കിയിട്ട് അതിൽ കറുത്ത ടാർ പോലത്തെ എന്നെ എന്താ വിളിക്കുന്ന പേര് എനിക്ക് ഇംഗ്ലീഷിൽ അറിയത്തുള്ളൂ. ആസ്ഫോൾട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പിന്നെ ബിറ്റുമിൻ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ കറുത്ത ആ ഒരു ദ്രാവകം അതുണ്ടാക്കുന്ന ആ ഒരു മെഷീൻ അവിടെയുണ്ട്. അതിൽ നിന്ന് ഒത്തിരി സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ട് കേട്ട് ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഓർത്ത ഒരു ആശയമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഈ ഡോപ്ലർ ഇഫക്റ്റും ഞാൻ സ്കൂളിലോ കോളേജിലോ പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഓർത്തു, ഡോപ്ലർ ഇഫക്റ്റ്. അത് ഞാൻ ഓർത്തുക്കുന്നു, ഞാൻ പറയുന്നു. ഓക്കെ, കട്ട്. ഞാനിപ്പോൾ നടക്കുന്ന റോഡിൽ കൂടെയാണ്. ഈ റോഡ് ടാറിട്ടതാണ്. ഒരു കറുത്ത ദ്രാവകമുണ്ട് ഇത് ടാർ ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു സാധനം. അതെന്താണ് ടാർ എന്നാണ് ഞാൻ അതിനെ ഇപ്പോൾ തൽക്കാലം വിളിക്കുന്നത്. ഈ ടാർ എന്ന് പറയുന്ന കറുത്ത ദ്രാവകം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് ഊഹിക്കാം. ചിലപ്പോൾ അത് ഈ പെട്രോളിയം റിഫൈനറി പ്രോസസ്സിൻ്റെ വല്ല ബൈ പ്രോഡക്റ്റോ വേസ്റ്റ് പ്രോഡക്റ്റോ അവശിഷ്ടമായിട്ട് വരുന്ന എന്തെങ്കിലും ആയിരിക്കാം. അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അത് അവർ ടാറിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും. അതിന് ഈ ഒട്ടിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് മലയാളത്തിൽ എന്ത് പറയും, സവിശേഷത, ഒട്ടിപ്പിക്കുന്ന സവിശേഷത ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം അവർ ഈ കല്ലുകൾ ഒട്ടിപ്പിച്ച് പിടിപ്പിക്കാനായിട്ട്, നിലത്തേക്ക് ഒട്ടിപ്പിച്ച് പിടിപ്പിക്കാനായിട്ട് അവർ ടാർ എന്ന് പറയുന്ന ആ സാധനം ഉപയോഗിക്കുന്നത്. എന്നാലും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനിരിക്കുന്നു. എന്നാലും മുന്നോട്ട് സഞ്ചരിക്കട്ടെ. പോട്ടെ. ഓവർ കട്ട്. സ്കൂളിൽ പഠിച്ച വേറെ ഒരു ആശയമാണ് മെട്രിസസ്. കണക്കിലാണത് പഠിച്ചത്. മെട്രിസസിൽ റോസ് ആൻഡ് കോളംസ് ഉണ്ട്. നിരകളും വരികളും ആയിരിക്കും. അതായിരിക്കും അതിൻ്റെ മലയാളം, എനിക്കറിയില്ല, ഉറപ്പ് വരുത്തണം. എനിവേ, എനിക്ക് ചെറുപ്പം തൊട്ടേ റോയും കോളം തമ്മിൽ എപ്പോഴും തെറ്റിപ്പോവായിരുന്നു. തൽക്കാലം ഞാൻ റോയും കോളം എന്നാണ് വിളിക്കുന്നത്. എനിക്ക് മലയാളം പറഞ്ഞ അത്ര വശമില്ല.
അപ്പോൾ റോ ഏതാ കോളം ഏതാ, നേരെ നിൽക്കുന്നതാണോ റോ, നേരെ നിൽക്കുന്ന കോളമാണോ, അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, ആശയക്കുഴപ്പം മാറിയത്, എൻ്റെ അമ്മ ഒരു സിവിൽ എഞ്ചിനീയറാണ്. അമ്മ വീടുകളൊക്കെ പണിയുമ്പോൾ ഈ പില്ലറുകൾ ഉണ്ടാക്കിയിട്ട്, പക്ഷേ അമ്മ അതിനെ പില്ലറെന്ന് വിളിക്കത്തില്ല. അമ്മ ആ സാധനത്തിനെ അമ്മ വിളിക്കുന്നത് കോളം എന്നാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നേരെ നിൽക്കുന്ന സാധനമാണ് ഈ കോളം. അപ്പോൾ പില്ലർ പോലെ നേരെ നിൽക്കുന്ന സാധനമാണ് കോളം. അങ്ങനെ അത് മനസ്സിലായി. പിന്നെ ഈ റോയോ ബോട്ട് എന്ന് പറയുന്ന പോലെ ബോട്ട് പോകുന്നത് ഇങ്ങനെ കിടത്തിയാണ് ബോട്ട് പോകുന്നത്. അപ്പോൾ കിടന്ന് പോകുന്നതിനെയൊക്കെ റോ എന്നും വിളിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ റോയും കോളവും പഠിച്ചു. അതൊരു കാര്യം. കട്ട്. ഫിസിക്സിനെ എനിക്ക് തോന്നുന്നു ഭൂമിശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത് തോന്നുന്നു. അപ്പോൾ ഫിസിക്സിനെ തൽക്കാലം ഞാൻ ഫിസിക്സ് തന്നെയാണ് ഇപ്പോൾ വിളിക്കാൻ പോകുന്നത്. എനിക്ക് എളുപ്പം അതാണ്. ഫിസിക്സിൽ എനിക്ക് ഏറ്റവും കഠിനമായിട്ടും ഏറ്റവും കൗതുകമായിട്ടും തോന്നിയ വിഷയം വേവ്സ് ആൻഡ് ഓസിലേഷൻസ് എന്ന് പറയുന്ന വിഷയമാണ്. അതിനകത്ത് കണക്ക് ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. കണക്കിൽ ഗ്രാഹ്യമുണ്ടെങ്കിലേ ആ വിഷയം ഫിസിക്സിൽ നന്നായിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. എനിവേ എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് നല്ല ഒരു വിഷയമാണ്. പക്ഷേ എനിക്കിപ്പോഴും അതിൽ ഗ്രാഹ്യം പൂർണ്ണമായിട്ടില്ല. എനിക്ക് ഇനിയും ഗ്രാഹ്യം വരാനിരിക്കുന്നു. ഇനിയും അത് പഠിക്കാനും ചിന്തിക്കാനും ഇരിക്കുന്നു. അപ്പോൾ അത് നല്ലതാണ്. ഞാൻ അതിനെപ്പറ്റി ഓർത്തു. ഓവർ. കട്ട്. എൻ്റെ ചുറ്റും ഞാനിപ്പോൾ നടക്കുന്നതിന് ചുറ്റും സസ്യങ്ങളാണ്. സസ്യം എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സസ്യങ്ങൾ ഒരു ജീവനുള്ള വസ്തുവാണ്. അപ്പോൾ ജൈവശാസ്ത്രം എന്ന് വെച്ചാൽ ബയോളജിയാണ്. ഞാൻ ബയോളജി കുറച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 5ാം ക്ലാസ് വരെ കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ വിഷയം നിങ്ങൾക്കറിയാമായിരിക്കും, സെൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. സെല്ല്, അതിന് കോശം എന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത് കോശമാണെന്ന് തോന്നുന്നു. സോ കോശം അന്നും ഇന്നും ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കോശത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. കോശം തൊട്ടാണ് ബയോളജി തുടങ്ങുന്നത്. കോശത്തിൽ നിന്നും ഇനിയും കൂടെ താഴോട്ട് പോയാൽ പിന്നെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എപ്പോൾ ബയോളജിയായി മാറി, അതെൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്താവിഷയമാണ്. അത് ഞാൻ ചിന്തിക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ്. കെമിസ്ട്രി എപ്പോഴോ കോശമായി തീർന്നു, അത് ബയോളജിയായി മാറി. അപ്പോൾ കോശം, അതാണ് ഞാനിപ്പോൾ ഓർത്തത്. അപ്പോൾ ഈ സസ്യങ്ങളെ കാണുമ്പോൾ എനിക്ക് കോശമാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ഓവർ. ഓക്കെ, പാർക്ക് റോഡ് എത്തി. മണ്ണുക്കാവ് മണ്ണുപ്പാടം വാക്ക് വേ. ഓക്കെ, കൊള്ളാം, എനിക്കിഷ്ടമുള്ള സ്ഥലമാണ്. ഓവർ. കെമിസ്ട്രി എങ്ങനെ ബയോളജിയായി മാറി എന്നുള്ള ചോദ്യത്തെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. കെമിസ്ട്രി എന്ന് വെച്ചാൽ ഈ ആറ്റംസും മോളിക്യൂൾസും കോമ്പൗണ്ട്സും എലമെൻസും എല്ലാം വസ്തുക്കളാണ്, ജീവനില്ലാത്ത വസ്തുക്കളാണ്. കെമിസ്ട്രിയിലെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളാണ്. പക്ഷേ ഈ ജീവനുള്ള വസ്തുക്കൾ അതിനെപ്പറ്റിയാണ് ബയോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ ബയോളജിയിൽ ജീവനുള്ള വസ്തുക്കളെ നമ്മളെടുത്ത് സൂക്ഷ്മമായി നോക്കി താഴോട്ട് ഉള്ളിലോട്ട് നോക്കി പോകുമ്പോഴാണ് ഈ കോശം എത്തുന്നത്. കോശത്തെ പിന്നെ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് കോശം ഉണ്ടാക്കിയിരിക്കുന്നത് വസ്തുക്കൾ കൊണ്ടാണ്. അപ്പോൾ വസ്തുക്കൾ ഉണ്ടാക്കിയ കോശങ്ങൾ, വസ്തു എന്ന് പറയുന്നത് കെമിസ്ട്രിയും കോശം എന്ന് പറയുന്നത് ബയോളജിയും. വസ്തു വെച്ചിട്ട് കോശം ഉണ്ടാക്കി. അപ്പോൾ ഈ വസ്തു വെച്ചിട്ട് എങ്ങനെ കോശം ഉണ്ടായി, ആ വസ്തുവിൻ്റെ ഏതോ ഒരു അറേഞ്ച്മെൻറ്റിൽ, ഏതോ ഒരു വെക്കുന്ന ഒരു രീതിയിൽ വെച്ചപ്പോൾ അത് കോശമായി മാറിയതിന് ശേഷം പിന്നെ അത് ബയോളജിയായി. അപ്പോൾ അതെങ്ങനെ, ആ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇപ്പോഴും എനിക്കറിയില്ല. സയൻറ്റിസ്റ്റുകൾ, ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. അവർക്കും അറിയാമോയെന്ന് എനിക്ക് ഉറപ്പില്ല. എനിവേ, അത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ഓവർ. കട്ട്. മനുഷ്യന് ബുദ്ധിമുട്ട് ഏറി വരുമ്പോൾ മനുഷ്യന് വിശദീകരിക്കാനോ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി തരാനോ പറയാനോ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നത്. അന്നേരമാണ് ദൈവം വരുന്നത്. അതുവരെ ദൈവത്തെ മനുഷ്യൻ വിളിക്കത്തില്ല. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. എക്സ്പ്ലെയിൻ എന്നുള്ള പദത്തിൻ്റെ മലയാളം ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ്റെ ബുദ്ധി തന്നെ ഉപയോഗിക്കും.
പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലം എത്തുമ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നത്. അത് ദൈവമായിരിക്കും അതിൻ്റെ പിന്നിൽ എന്ന് മനുഷ്യന് പറയാൻ തോന്നും, മനുഷ്യൻ പറയും. അപ്പോൾ ഈ കോശം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അണു അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്ന് കോശം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് മനുഷ്യന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലം ദൈവത്തെ വിളിക്കുകയാണ്. ചിലപ്പോൾ ദൈവമായിരിക്കും എങ്ങനെയോ പണ്ടെങ്ങാണ്ട് ഈ 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് എങ്ങനെയോ വസ്തുക്കളെ കോശത്തിലേക്ക് കോശം ഉണ്ടാവാനായിട്ട് പ്രേരിപ്പിക്കുകയോ സംഭവിപ്പിച്ചു ദൈവം. അപ്പോൾ അവിടെ ദൈവമായിരിക്കാം. അപ്പോൾ തൽക്കാലം അവിടെയാണ് ഇപ്പോൾ ഞാൻ ദൈവത്തെ വിളിക്കുന്നത്. ഓക്കെ, കട്ട്. ഈ വസ്തുക്കൾ, ആറ്റംസ് മോളിക്യൂൾസും കോശമായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ സയൻറ്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നൊരു പേരുണ്ട്. ആ പേരും കൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ആ പേരാണ് എബയോജെനസിസ്. ഒന്നുകൂടെ പറയാം, എബയോജെനസിസ്. അത് ഞാനിപ്പോൾ ഓർത്തു, അപ്പോൾ ഞാനൊന്ന് പങ്കുവച്ചു. ഓക്കെ, നന്ദി. കട്ട്. മണ്ണുപാടം റോഡിൻ്റെ അവസാനം എത്തി. അങ്ങനെ ഒരു നല്ല യാത്രയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കയറ്റം കയറാം. ഓക്കെ, നല്ല കയറ്റമാണ് ഇനി വരുന്നത്. അത് ഞാൻ കയറിയിട്ട് മുകളിലെത്തുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. കട്ട്. ഓക്കെ, കയറ്റം കയറി. ഒറ്റ നടപ്പിൽ തന്നെ ഞാൻ കയറ്റം കയറി. ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു അച്ചീവ്മെൻ്റാണ്. അച്ചീവ്മെൻറ്റിൻ്റെ മലയാളം എന്താണാവോ? ഒരു നേട്ടമാണ് അത്. കട്ട്. സോ ഞാൻ ഓക്കെ, ഇത് ഇംഗ്ലീഷ് പറയാനറിയത്തുള്ളൂ. ഐ ക്ലൈംബ്ഡ് ദ ഹിൽ ഇൻ വൺ സ്ട്രെച്ച്, ഇൻ വൺ ഷോട്ട്. അതെങ്ങനെ മലയാളത്തിൽ പറയും? ഒറ്റ അടിക്ക് ഞാൻ ആ കയറ്റം കയറി. ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നില്ല. ശ്വാസം ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചു വരുന്നു. ശ്വാസ നിയന്ത്രണമാണ് ഈ പറഞ്ഞ പ്രത്യേക ഈ കയറ്റം കയറുന്ന പ്രയാസത്തിൻ്റെ ആ ഒരു കയറ്റം കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം ചെയ്യാൻ സഹായിക്കുന്നത് ശ്വാസ നിയന്ത്രണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്വാസം നിയന്ത്രിച്ച് ശ്വാസം എടുത്താൽ ആ കയറ്റം നമുക്ക് നന്നായിട്ട് കയറാൻ പറ്റും. ഒറ്റ അടിക്ക് തന്നെ കയറാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നു, ചെയ്തു വരുന്നു. ഓക്കെ, കട്ട്. ഞാൻ ഇതുവരെ പഠിക്കാത്ത ഒരു വസ്തുവാണ് സിമെൻറ്റ്. സിമെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സിമെൻറ്റ് എന്താണ്? സത്യം പറഞ്ഞാൽ സിമെൻറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും, അമ്മ പറഞ്ഞു തരുമായിരിക്കും. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത് ഇതുവരെ. മാത്രമല്ല, ഞാൻ ഗൂഗിളിലും ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല. സിമെൻറ്റിനെ പറ്റി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ചെറുതായിട്ട് കണ്ട് ഞാൻ ചെയ്തൊരു ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് സിമെൻറ്റ് ഒരു കോമ്പൗണ്ട് അല്ല, പകരം അതെന്തോ ഒരു മെട്രിക്സ് ആണെന്നാണ് തോന്നുന്നത്. പല കോമ്പൗണ്ട്സും ഒരുമിച്ച് ചേർന്നൊരു കമ്പൈനായിട്ടിരിക്കുന്ന ഏതോ വാൻഡർവാൾസ് ഫോഴ്സോ അങ്ങനെ എന്തോ ഫോഴ്സ് വെച്ച് ഒട്ടിയിരിക്കുന്ന എന്തോ ഒരു വസ്തുവാണ് സിമെൻറ്റ്. എനിക്ക് സിമെൻറ്റ് ഗ്രാന്യൂൾസ്, ഒരു സിമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയൊരു പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ ഒരു പൊടി, അത് ഒരു കോമ്പൗണ്ടാണോ, കെമിക്കൽ കോമ്പൗണ്ടാണോ, അതോ അത് ഒരു മിക്സ്ചറാണോ എന്നാണ് എനിക്ക് അറിയാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ആ സിമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയൊരു പൊടി അതൊരു സിംഗിൾ കോമ്പൗണ്ടാണോ, അല്ലെങ്കിൽ ഒരു സിംഗിൾ മോളിക്യൂളാണോ, അതോ അതൊരു മിക്സ്ചറാണോ എന്നാണ് എനിക്ക് അറിയാനുള്ള താല്പര്യം. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ സിമെൻറ്റ് കണ്ടുകൊണ്ട് ഓർത്തപ്പോൾ പറഞ്ഞതാണ്. ഇതുപോലെ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു, എന്തൊക്കെ ഓർക്കാനിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കാം, പഠിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, കട്ട്. നടന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഇന്നത്തെ നടത്തം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രഗതി കടയിലെത്തി. ഞാൻ കാപ്പി കുടിക്കാൻ പോവുകയാണ്. എൻ്റെ കാപ്പി എവിടെ ഇരിപ്പുണ്ട്. കട്ട്. എൻ്റെ വീട് എത്താറായി. വീട്ടിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് ഉള്ള ഒരു വലിയ 2 അടയാളങ്ങളാണ് ഈ 2 വെളുത്ത ബസ്സുകൾ. ഈ 2 വെളുത്ത ബസ്സുകൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് ആൾക്കാരെ നയിക്കുന്നത്. സോ ഇതാണ് വലിയ 2 അടയാളങ്ങൾ, 2 വെള്ള ബസ്സുകൾ. ഓക്കെ, വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. വീടിൻ്റെ ഗേറ്റ് എത്തി. വീടെത്തി.
ഇത് കോഴിക്കോട്. ഇവിടെ പണികൾ നടക്കുകയാണ്. കോഴിക്കോട്ടിലും പണികൾ നടക്കുകയാണ്, വീട്ടിലും പണികൾ നടക്കുകയാണ്. ഇത് തങ്കപ്പൻ ചേട്ടൻ. ഹലോ ചേട്ടാ. വീടെത്തി. അപ്പോൾ ഇന്നത്തെ നടത്തം കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ടാറ്റ, കട്ട്.